അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് മുറ്റത്ത് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അടുത്ത ആഴ്ച തൊട്ട് സെമസ്റ്റർ എക്സാം തുടങ്ങുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ കിറുക്ക് പിടിച്ചിരിക്കുവാണ്. എൻ്റെ ഒരു ഹാങ് ഓവർ മാറാൻ വേണ്ടി ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാവേ. അപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയ്ഡിലത്തെ പ്ലാന്റൊക്കെ നനയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ അത്യാവശ്യം മഴയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ഷെയ്ഡിലേക്ക് അങ്ങനെ വെള്ളമൊന്നും കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി സെറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഭിത്തിയിൽ പടർന്നേറി പോയേക്കുന്ന നമ്മുടെ വെറ്റക്കൊടിയാണ് ഈ കാണുന്നതെല്ലാം. നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഇല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെരടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഒരു 3-4 ചുവട് വെറ്റക്കൊടി നട്ടാണ് കേട്ടോ. അതാണ് ഇത്രയും സ്പ്രെഡായേക്കുന്നത്. ഇതിൻ്റെ ഇല കൂട്ടി നമുക്ക് നനച്ചു കൊടുക്കണം. രാവിലത്തെ ചെടിയെന്ന് പറയുമ്പോൾ നല്ലൊരു സുഖകരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. നല്ലൊരു തണുപ്പും ഒരു കാലാവസ്ഥയ്ക്ക് ഉള്ളതുകൊണ്ട് നല്ലൊരു രസമാണ് സംഭവം. ഈ കാണുന്നൊരു പ്ലാന്റ് നമ്മുടെ നാട്ടിലേക്ക് വംശനാശം പറ്റിക്കൊണ്ടിരിക്കുന്ന വയമ്പെന്ന് പറയുന്ന പ്ലാന്റാണ് കേട്ടോ. പഴമയുടെ ഒരു സമ്പത്തെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പോൾ അത്ര ഔഷധം പോലും ഉണ്ട് ഈ പ്ലാന്റിന്. ഈ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പം അവർക്ക് നല്ല സ്വരമാധുര്യമൊക്കെ കിട്ടാൻ വേണ്ടി തേനും വയമ്പും അരിച്ചു കൊടുക്കുന്ന കേട്ടിട്ടില്ല സ്വർണ്ണത്തിൽ, ആ സംഭവമാണത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടി തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം തിരിക്കുന്നു. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പാകം നോക്കുവാണ് കേട്ടോ. ഇതിന് വെള്ളം ഒഴിക്കാറായോ എന്നൊക്കെ. ഇതിൻ്റെ മണ്ണ് ഡ്രൈ ആയെങ്കിൽ മാത്രം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് സംഭവം അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടേ. മണ്ണ് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ സംഭവത്തിന് പണി വരാൻ ചാൻസ് ഉണ്ട്. തണ്ടൊക്കെ കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇതൊരു 3 ദിവസത്തേക്ക് ഇതിനായിട്ട് നോക്കണ്ട കേട്ടോ. 3 ദിവസത്തേക്ക് ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന് വെള്ളം ഒരുപാട് കൂടിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ തണ്ടൊക്കെ അഴുകിപ്പോവേ. സോഫ്റ്റ് തണ്ടാണ് ഇത് കണ്ടോ. ഈ കാണുന്നത് നമ്മുടെ ബ്ലാക്ക് ജിഞ്ചറാണ് കേട്ടോ, അതായത് കരിയിഞ്ചി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്നിട്ട് ഒരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നേ. നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ സീഡുകളാണ് കേട്ടോ. അവന്മാർ നല്ല രീതിയിൽ തന്നെ മുളച്ച് സെറ്റായിട്ട് നിൽക്കുവാണേ. ചെറിയൊരു ഒച്ചയെടുപ്പ്. ഈ കാണുന്നൊക്കെ നമുക്ക് പറമ്പിലേക്ക് മാറ്റി നടേണ്ടതാണ്. അത്യാവശ്യം നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് സീഡിന്. നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിടാൻ നോക്കി. ഇപ്പം അന്നേരത്തേക്കാണ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നത്. ഇനിയിപ്പോൾ അതിനുള്ള ടൈമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതെങ്ങനെയല്ലോ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഇന്നലെ നനച്ച് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ നനവ് കാണാൻ പറ്റില്ല എൻ്റെ ചുവട്ടിൽ കൂടെ.